ഫസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഷട്ടർ സ്റ്റോക്കിൽ എങ്ങനെയാണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഷട്ടർ സ്റ്റോക്ക് ഓപ്പൺ ആക്കുക. അതിനുശേഷം അപ്ലോഡ് ഉള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഗാലറി സെറ്റ് നമ്മൾ സേവ് ചെയ്ത ഫയൽ, അതായത് EPS ഫയലും JPG ഫയലും എടുക്കണം. രണ്ടിന്റെ ഫയൽ നെയിം ഒന്നായിരിക്കണം. എന്നിട്ട് രണ്ടും കൂടെ സെലക്ട് ചെയ്യുക, അപ്ലോഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 ടിക്ക് വീഴും. റൈറ്റ് സൈഡിൽ താഴെയായിട്ട് 2 ടിക്ക് അപ്ലോഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ടിക്ക് വീണ ശേഷം ഇതിനകത്ത് ഏണിങ്സ് എന്നുള്ള പോർട്ട്ഫോളിയോ എന്നുള്ള സെക്ഷനിൽ സബ്മിറ്റ് കണ്ടന്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഇതിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത പോസ്റ്റ് കാണാം. ഓൾറെഡി നേരത്തെ ഞാൻ അതിന്റെ ഒരെണ്ണം അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഒരെണ്ണം ഞാൻ അങ്ങ് ഡിലീറ്റ് ആക്കുകയാണ്. ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത പോസ്റ്റ്. അപ്പം അതിൽ നമ്മൾ പിക്ക് ചെയ്യുക. ഇതിപ്പോ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഞാനിപ്പം ഇതിലെടുത്തേക്കുന്നത്. അപ്പൊ ഇതിന് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ, കാറ്റഗറി, ഫോട്ടോ അതിന്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പൊ ഞാൻ കാണിച്ചില്ല എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അതിന് ആദ്യം ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഡിസ്ക്രിപ്ഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഷട്ടർ സ്റ്റോക്കിന്റെ സൈറ്റിൽ പോവുക. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ ക്രിസ്മസ് വിഷസ് എന്നുള്ളത് സെർച്ച് ചെയ്യുക. അപ്പം അതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റർ എടുത്തിട്ട് വിഷ് ചെയ്തേക്കുന്നതിന്റെ ടൈറ്റിൽ നോക്കുക. വിഷ് ചെയ്തേക്കുന്നതിന്റെ ഒരു നമ്മുടെ പോസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പോസ്റ്റർ എടുത്തിട്ട് വിഷ് ചെയ്ത ടൈറ്റിൽ നോക്കുക. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ. ഓക്കെ, തൽക്കാലത്തേക്ക് ഞാൻ ഈ ഒരു കണ്ടന്റ് ഞാൻ ഇവിടെ നിന്ന് കോപ്പിയാണ്. ഇതിന്റെ ഒരു ടൈറ്റിൽ ഫുള്ളായിട്ട് നമ്മൾ കോപ്പി ചെയ്തത്, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുത്തണം. പക്ഷെ ഞാനിപ്പോ ഇവിടെ ഫുള്ളായിട്ട് കോപ്പിയാണ്, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇവിടോട്ട് ഞാനത് പേസ്റ്റ് ചെയ്യാണ്. പിന്നെ കാറ്റഗറിയിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റ്, ആർട്ട് ആണെങ്കിൽ ആർട്ട് കൊടുക്കാം. പിന്നെ അങ്ങനെ സെലിബ്രേഷന്റെ ആണെങ്കിൽ സെലിബ്രേഷൻ കൊടുക്കാം. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഉള്ളതാണെങ്കിൽ അത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൽ EPS ഫയൽ അപ്ലോഡ് ചെയ്തത് കൊണ്ട് ഇലിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടാണ് മെയിൻ ഇതായിട്ട്, അതായത് കറക്റ്റ് ടാഗ് ലൈൻ കൊടുക്കേണ്ട ഇവിടാണ്. അതായത് കീവേഡ്സ് നമുക്ക് സെർച്ച് ചെയ്യാൻ ഇതിൽ തന്നെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അതിന് മുന്നേ ഞാൻ ഇതൊന്ന് സേവ് ചെയ്യാണ്. സബ്മിറ്റ് അല്ല, സേവ്. അപ്പൊ ഇത് സേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് താഴെ കാണുന്ന യൂസ് കീവേഡ് ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ, അതിൽ പിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് കീവേഡ്സ് സെർച്ച് ചെയ്യാൻ പറ്റും. അപ്പം ക്രിസ്മസ് വിഷസ് എന്ന് ഞാൻ സെർച്ച് ചെയ്യണം. അപ്പൊ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറെ പോസ്റ്റേഴ്സ് അത് വരും. അപ്പൊ നമ്മുടെ ഇത് കണ്ടന്റുമായിട്ട് മാച്ച് ആവുന്ന സാധനങ്ങളെല്ലാം പിക്ക് ചെയ്യാം. ഇതിനകത്ത് കുറെ വിഷസ് കിടപ്പുണ്ട്. മാക്സിമം 50 ടാഗ്സ് ആണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ഈ സൈഡിൽ കാണാൻ പറ്റും, ഇവിടെ ടാഗ് ഇത് ടാഗ് ചെയ്തിരിക്കുന്നത് ഇവിടെ സൈഡിൽ കാണിക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ പിക്ക് ചെയ്യുന്നവരൊന്നും. ഞാനിവിടെ എല്ലാം പിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാം ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും പിക്ക് ചെയ്ത ശേഷം ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ബട്ടൺ അമർത്തുക. അതൊന്ന് ജസ്റ്റ് പിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ ടാഗ് ലൈൻ എല്ലാം ഇവിടെ വരും. ഇത് കോപ്പി ചെയ്യുക. ശേഷം നമ്മുടെ പോസ്റ്റിന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു കോമ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ടാഗ് ഇവിടെ ആഡ് ആവും.
അതിനുശേഷം സേവ് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, ഇപ്പം ആ ഒരു ഞാനിപ്പം സബ്മിറ്റ് കൊടുത്തത് ഇപ്പൊ പെൻഡിങ്ങിൽ വന്ന് കിടപ്പുണ്ട്. ഇത് അപ്രൂവ്ഡ് ആയി കഴിയുമ്പോൾ മാർക്കറ്റ് പ്ലേസ് കാറ്റലോഗ് എന്ന ഈ ഒരു ഓപ്ഷനിൽ വന്ന് കിടക്കും. സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.